ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ ചോറൂണ് വീഡിയോ ആണ് കേട്ടോ. കാരണം കഴിഞ്ഞ ഷോർട്സ് കണ്ടവർക്കറിയാം നമ്മുടെ ഒരു മെയിൻ ചോറൂണ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആദ്യമേ അവിടത്തേക്ക് നേർന്നതായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തുലാഭാരം ഉണ്ടായിരുന്നു, എനിക്ക് മക്കൾക്കും കൂടിയിട്ട്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൂണിന് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ വല്യച്ഛനാണ് കേട്ടോ ഇപ്പോൾ ഓട്ടോയിൽ വന്നത്, കൊലയും കൊണ്ടാണ് വന്നത്. അപ്പോൾ കാരണം കൊലയും കൊണ്ടാണ് നമുക്ക് തുലാഭാരം ഓൾറെഡി അമ്മ നേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ടൗണിൽ നിന്ന് തന്നെ സാധനം കിട്ടുന്ന കാരണം എല്ലാം വല്യച്ഛനെ തന്നെയായിരുന്നു ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രസീത് എഴുതിക്കാൻ വേണ്ടിയിട്ട് രസീത് കൗണ്ടറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. കാരണം മിക്കു ചെറുതായിട്ട് ചിണുക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ പറയേ വേണ്ട. കാരണം കുളിപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഉറക്കം ഉണ്ടാകട്ടെ, ചെറിയൊരു ഉറക്കം ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയെല്ലാം നടക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ആ ഒരു ഉറക്കം കിട്ടായ്മയിൽ നിന്ന് നല്ല രീതിയിൽ വഴക്ക് നടക്കുന്നുണ്ട് അവിടെ. നമ്മുടെ അടുത്ത അമ്പലത്തിൽ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് നടന്ന് പോകാവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അടുത്ത അമ്പലത്തിൽ തന്നെയായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ചോറൂണും എനിക്ക് തുലാഭാരവും. കാരണം ഒന്നിച്ചാണ് തുലാഭാരം തൂക്കുന്നത് കേട്ടോ. ഇവിടെ രണ്ടമ്മമാർക്കും പ്രത്യേകമാണ് നമ്മളെ നടത്തിയിരുന്നത്. തുലാഭാരം ആണെങ്കിലും ചോറൂണാണെങ്കിലും അങ്ങനെ രണ്ടമ്മമാർക്ക് രണ്ട് നടയിൽ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് രണ്ടിടത്ത് തൂക്കുന്നതായിട്ട് ഇതിനകത്ത് വീഡിയോയിലുണ്ട് കേട്ടോ. കാരണം കൺഫ്യൂഷൻ വരരുത്, രണ്ട് പ്രാവശ്യം ഇതിനകത്ത് തൂക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത്. അപ്പം നമ്മുടെ ആദ്യത്തെ നടയിൽ വെച്ചിട്ടുള്ള ചോറൂണാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. അങ്ങനെ ഊട്ടിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമേ മിക്കുവിന് വായി വെച്ച് കൊടുത്തപ്പോഴൊക്കെ തുപ്പായിരുന്നു കേട്ടോ. കാരണം ഇച്ചിരി ഉപ്പ് കൂടിയെന്ന് തോന്നുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് ആദ്യം തുപ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. ഇച്ചിരി കരഞ്ഞിട്ടാണെങ്കിലും പുള്ളിക്കാരി അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. തേൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. തൊട്ട് കൊടുത്തപ്പോഴേക്കും ആൾ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തപ്പോഴേക്കും പിന്നെ ഇച്ചിരി കരച്ചിലിന് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുലാഭാരം തൂക്കാനായിട്ട് കയറിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നെങ്കിലും ഇത് കറക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ആളുടെ കരച്ചിൽ അങ്ങ് നിന്ന് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ ആ ഒരു നടയിൽ തുലാഭാരം ഒക്കെ നല്ല രീതിയിൽ നമുക്ക് നടന്നു കേട്ടോ. കാരണം ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നടന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ നടയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഒന്ന് കരഞ്ഞു കേട്ടോ. കാരണം തുടങ്ങിയിട്ടില്ല, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡിലേ ആക്കാതെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വെച്ചും ചോറൂണൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ. നോക്കുകയാണ് എന്താണ് ഏതാണെന്നൊക്കെ നോക്കുകയാണ്. എന്നാലും കരച്ചിലൊരു കുറവുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, കരഞ്ഞിട്ട് ഒരു ടവല് കൈ കൊടുത്തേക്കാണ് കേട്ടോ. അത് പിന്നെ പിടിച്ചോണ്ടങ്ങ് ഇരുന്നോളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ